11 വയസ്സ് മുതൽ നോക്കി വളർന്ന മകനെ മാത്രം താൻ ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞിട്ടും കാണാൻ വന്നില്ലെന്ന പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുസുതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിനെ അവഗണിച്ച നന്ദിയില്ലാത്ത മകൻ എന്ന ടാഗും സൈബർ ബുള്ളിങ്ങിനും കിച്ചുവിന് ഭീകരമായി ലഭിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ വില അറിയാത്തത് കൊണ്ടാണ് രേണുവിനോട് കിച്ചു മനസാക്ഷിയില്ലാതെ പെരുമാറി എന്ന് വരെ പറഞ്ഞവരുണ്ടായിരുന്നു. വിമർശനം പെരുകിയപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ബന്ധുക്കൾക്കൊപ്പം കിച്ചു കോട്ടയത്ത് പോയിരുന്നു. സുധിലയത്തിൽ പോയി അനിയൻ റിതുലിനെ കിച്ചു കണ്ടു. രേണു ആശുപത്രി അഡ്മിറ്റ് ആയതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് കീമോയ്ക്ക് ശേഷം തളർച്ച കൂടിയതിനാൽ രേണു ആ സമയത്ത് ഐസിയുവിലായിരുന്നു. പുതിയ വീഡിയോയിൽ അമ്മയിൽ നിന്ന് അകലം പാലിക്കുന്നതിന്റെ കാരണം കോട്ടയത്ത് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളും കിച്ചു വെളിപ്പെടുത്തുകയും ചെയ്തു. വിമർശകർക്ക് കുറികൊള്ളുന്ന മറുപടിയാണ് കിച്ചു നൽകിയത്. രേണു മോശമായ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ പങ്കുവച്ചതിനാണ് താൻ അകലം പാലിച്ചതെന്ന് കിച്ചു പറയുന്നു. അത്തരം വീഡിയോകൾ ചെയ്യരുതെന്ന് അമ്മയോട് താൻ ആവശ്യപ്പെട്ടതായും കിച്ചു പറയുന്നു. അമ്മയുടെ വില അറിയാത്തത് കൊണ്ടാണ് ഞാൻ രേണു അമ്മയെ അങ്ങനെ കാണാൻ പോകാത്തത് എന്നൊക്കെ വിമർശനം കണ്ടിരുന്നു. അമ്മയുടെ വിലയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്, അമ്മയുടെ വില എനിക്ക് അറിയാൻ പറ്റിയില്ല. രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എന്നെ വിട്ട് പോയതാണ്. ലൈഫ് സ്റ്റോറിയിലും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ വിമർശിച്ചവർ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ വില മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില അറിയാം. എന്നെയും വിമർശിച്ചിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി. അതുപോലെ ഞാൻ കോട്ടയത്ത് പോയി. റിതപ്പനെയും കണ്ടു. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അമ്മയെ കാണാൻ പറ്റിയില്ല. ആശുപത്രിയിലായിരുന്നു അമ്മ. ആശുപത്രിയിൽ പോയാലും കാണാൻ പറ്റില്ലായിരുന്നു. അമ്മയുടെ അസുഖം മാറട്ടെ, പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എന്നെക്കൊണ്ട് പറ്റൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കിച്ചു പറയുകയും ചെയ്തു. ഇതോടൊപ്പം മോശം വീഡിയോകൾ വിറതപ്പനെ ഓർത്തെങ്കിലും ചെയ്യരുതെന്ന് രേണുവിനോട് അപേക്ഷിച്ചെന്നും സ്ക്രീൻഷോട്ടും കിച്ചു പങ്കിട്ടു. കിച്ചു മെസ്സേജ് അയച്ചപ്പോൾ താൻ മോശമായി ഒന്നും ചെയ്യുന്നതായി തോന്നിയിട്ടില്ലെന്നും മാസം 2-3 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് എന്നായിരുന്നു രേണുവിൻ്റെ നൽകിയ മറുപടി. അതും കിച്ചു വെളിപ്പെടുത്തി. നിരവധി പേരാണ് കിച്ചുവിൻ്റെ പുതിയ പ്രതികരണത്തെ പ്രശംസിച്ച് എത്തിയതും.